ചിങ്കു ആൻഡ് മീയുടെ ഇന്നത്തെ വീഡിയോയിലെ നല്ലൊരു ബനാന കേക്കിന്റെ റെസിപ്പിയാണ്. അപ്പൊ ഇനി നമ്മുടെ വീട്ടിൽ നല്ലോണം പാകമായ പഴമൊക്കെ നമ്മൾ ഒരിക്കലും എടുത്ത് കളയേണ്ട കാര്യമില്ല കേട്ടാ. ആ ഒരു പഴമൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ അടിപൊളിയായിട്ടുള്ള കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റൂട്ടാ. അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. മാത്രമല്ല നമ്മുടെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്നതിന് മുന്നായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കാട്ടാ. അപ്പം ഇതിനായിട്ട് നിങ്ങൾക്ക് ബീറ്ററിൻ്റെയോ അതുപോലെ തന്നെ മിക്സിയുടെ ആവശ്യമൊന്നുമില്ല. സാധാരണ ഒരു കയ്യിലുണ്ടായാൽ മാത്രം മതി. അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു അടിപൊളി കേക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിനായിട്ട് ഇതേ നമ്മളിവിടെ 2 റോബസ്റ്റ പഴമാണ് ട്ടോ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലോണം പാകമായിട്ടുള്ള പഴം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇനി ഉണ്ടല്ലോ ഇതേപോലെ ഈ ഞരമ്പൊക്കെ ഉണ്ടാവില്ലേ ഇതിൻ്റെ സൈഡിലുള്ള അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതേപോലെ ഇതിനെ രണ്ടെണ്ണത്തിന് ഈ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ട്ടോ. എന്നിട്ടുണ്ടല്ലോ ഇതിനെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ചതച്ചെടുക്കുക എന്ന് പറയില്ലേ നമ്മൾ, അതായത് മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ ഒരു സാധനം ഉണ്ടെങ്കിൽ വെക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെ ജസ്റ്റ് ഒന്ന് ഇതേപോലെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഉണ്ടല്ലോ ഒരു മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ട്ടോ. എന്നിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് ഇതിനെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഒരു സ്പൂണോ കയ്യിലോ മാത്രം മതി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇത് നല്ലോണം ഇതേപോലെ നല്ലോണം മിക്സ് ആയി കഴിഞ്ഞാൽ അതിലേക്കുണ്ടല്ലോ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടാൽ, അപ്പോൾ വളരെ കുറച്ച് ഉപ്പ് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതേ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്കുണ്ടല്ലോ ഒരു 1/4 കപ്പോളം സൺഫ്ലവർ ഓയിലും കൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടുണ്ടല്ലോ വീണ്ടും ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതായത് ആ പഞ്ചസാരയുടെ ആ തരിയൊക്കെ ഒന്ന് മാറാത്തക്ക രീതിയിൽ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്കുണ്ടല്ലോ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇല്ലേ അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ചൊന്ന് അരിച്ചെടുക്കുക. എന്നിട്ടുണ്ടല്ലോ അതിന് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇനി ബാക്കിയുള്ള പൊടിയും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും അതിനെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേ രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് വാനില എസൻസ് ഉണ്ടല്ലോ അത് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 കപ്പ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടിയും ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത്, അപ്പോൾ അതിൻ്റെ ഒരു പരുവം ഇതേ രീതിയിലായി കിട്ടും ട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് ഇനി ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു ട്രേ എടുത്തിട്ട് അതിലേക്കുണ്ടല്ലോ നമുക്ക് കുറച്ച്, അതായത് 1 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ സൈഡിലേക്കൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ടുണ്ടല്ലോ ഇതിലേക്ക് കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുക്കാം. എന്നിട്ട് ഇതിനെ എല്ലാ സൈഡിലേക്കും ഒന്ന് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മളിവിടെ ബട്ടർ പേപ്പർ ഒന്നും യൂസ് ചെയ്യണില്ല കേട്ടോ. ഇനി ഈ ബാറ്റർ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിനെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക. അതായത് അതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി ഉണ്ടല്ലോ 150 ഡിഗ്രിയിൽ ഒരു 30 to 35 മിനിറ്റ്സ് വേവിച്ചെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബനാന കേക്ക് ഇവിടെ റെഡി ആയിട്ടാണ്. അപ്പോൾ നോക്കിയേ, ഇതാണ് നമ്മുടെ കേക്കിൻ്റെ റെസിപ്പി. ഇനി ഇതുണ്ടല്ലോ നന്നായിട്ടൊക്കെ വെന്തിട്ട് ഇതിൻ്റെ സൈഡൊക്കെ നല്ലപോലെ തന്നെ വിട്ടു പോന്നിട്ടുണ്ട്. ഇനി കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അകത്തിയിട്ട് അതിനെ നമുക്ക് കൈ വെച്ച് നല്ലപോലെ ഒന്ന് ഇതേപോലെ ആക്കിയെടുത്താൽ ഈ ഒരു കേക്ക് കണ്ട അതിൻ്റെ അടിഭാഗമൊക്കെ നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിനെ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ നമ്മൾ അപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് ആ ചൂടാറിയ വഴിക്കാണ് ഇതൊക്കെ ഒന്ന് മുറിച്ച് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബനാന കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.